പരോളിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. 2 പ്രതികളാണ് അപേക്ഷ നൽകിയത്. നമ്മോടൊപ്പം ശരത് ലാലിന്റെ പിതാവ് തന്നെ നമ്മോടൊപ്പം ചേരുന്നു. ഏതായാലും എന്താണ് ഇപ്പോൾ പരോൾ നൽകാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്? കുടുംബത്തിന് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? അല്ല, നമ്മൾക്ക് പറയാനുള്ളത് വെച്ചാൽ ഇത്രയും കാലം ഇതിനു വേണ്ടി ഇവരെ ജയിലിലിടാൻ വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം സഹിച്ചു. നിയമവശമായി എല്ലാ അങ്ങേയറ്റം വരെ പോയി ഇവർക്ക് കിട്ടിയൊരു ശിക്ഷ. ഇപ്പോൾ സർക്കാർ എന്ത് വെച്ചാൽ ഇതിനെ അവരെ രക്ഷപ്പെടുത്താൻ അന്നു മുതൽ തുടങ്ങിയ ഒരു കാര്യമാണ്. ഇപ്പോൾ അവസാന ഘട്ടത്തിൽ ഒരു നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ ഈ ശിക്ഷ കിട്ടിയ സമയത്തും സർക്കാരിൻ്റെ ഉദ്ദേശം ഇവരെ എങ്ങനെയും പുറത്തിറക്കുക. അതായത് CPM-നെ പുറത്തിറക്കിയില്ലെങ്കിൽ ഇവർക്ക് ആളുണ്ടാവില്ല കൊല്ലാൻ. അപ്പോൾ ഇവരെ ഇനിയിപ്പോൾ നാട്ടിലിടി കൊന്നൊടുക്കണമെങ്കിൽ ഇവർക്ക് സംരക്ഷണം കൊടുത്തേ പറ്റൂ അവർക്ക്. അതാണ് ഇവരെ ഒരു സർക്കാരിൻ്റെ നയം. ഒരു പാർട്ടി മാത്രമല്ല, ഇത് നമുക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത ഒരു നീച പ്രവൃത്തിയല്ലേ ഈ സർക്കാർ ചെയ്യുന്നത്. ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്നതാണോ? ഇപ്പോൾ ഒരു മാസമായതേ ഉള്ളൂ അവർക്ക് ശിക്ഷ ലഭിച്ചിട്ട്. ജയിലിൽ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ജയരാജൻ അവിടെ സ്വാഗതം ചെയ്തില്ലേ, അവർ വരവേറ്റതല്ലേ ജയിലിലേക്ക്. അപ്പോൾ ജയരാജൻ അവിടുത്തെ ഉപദേശക സമിതി അംഗമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇയാളെ തീരുമാനിക്കും. ഇനിയിപ്പോൾ ഇവർക്ക് TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് എത്ര 1000 ദിവസം മറ്റ പരോൾ നൽകിയ സർക്കാരല്ലേ ഇത്. അപ്പോൾ എങ്ങനെയെങ്കിലും ക്രിമിനലുകളെ രക്ഷപ്പെടുത്താനും അവരെ സംരക്ഷിക്കാനുള്ള ഒറ്റ തീരുമാനത്തിലാണ് സർക്കാർ പോകുന്നത്. കുടുംബം എന്താണ് ഇതിന് നമ്മൾ മുന്നോട്ട് അല്ല, നമ്മൾക്ക് നിയമപരമായിട്ട് എന്തോ ചെയ്യാൻ പറ്റും എന്നല്ലാതെ നമ്മൾ എന്താ ചെയ്യും? സർക്കാരിൽ തീരുമാനിക്കേണ്ടത്. സർക്കാർ ഇതിനെ രക്ഷപ്പെടുത്താൻ നോക്കിയാൽ എന്താ ജനങ്ങൾ ചെയ്യുക? ഇനിയിപ്പോൾ ജനരോഷം ഉണ്ടാകുന്നല്ലാതെ കൊണ്ട് ഈ സർക്കാരിനെ കുറിച്ചൊരു ബോധ്യം പൊതുജനങ്ങൾക്ക് മൊത്തത്തിൽ വരും എന്നല്ലാതെ കണ്ട് നമ്മൾക്ക് നിയമപരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. സർക്കാർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണോ അത്? ഇവരെ അവരെ ജയിലിലിട്ടിട്ട് ഈ ക്രിമിനലുകളെ അവരെ തെറ്റ് കണ്ടവരെ ശിക്ഷിക്കപ്പെടേണ്ട ഒരു സർക്കാർ നേരെ തിരിച്ച് ഇവരെ രക്ഷിക്കാൻ നോക്കുക എന്ന് വെച്ചാൽ എന്തൊരു വിരോധാഭാസമാണ്, എന്തൊരു അവസ്ഥയാണ് ഈ കേരളത്തിൻ്റെത്. ഇവരെ കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നിയമപരമായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്യാമെന്നല്ലാതെ ബാക്കി ചെയ്യേണ്ടത് സർക്കാരാണ്. അവരിതിന് കൂട്ടുനിന്നാൽ നമ്മുടെ ഈ കേരള ജനത ഉറ്റുനോക്കുന്ന ഇവരുടെ അവസ്ഥ കണ്ട് സഹതപിക്കാനേ കാര്യമുള്ളൂ. പക്ഷേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവർ റിപ്പോർട്ട് ഏത് രീതിക്കാണ് ഇവർ ജയിൽ അധികൃതർ റിപ്പോർട്ട് കൊടുത്തതെന്നറിയില്ല. അതിനെ എങ്ങനെ പരിഗണിക്കും സർക്കാർ എന്നറിയില്ല. മിക്കവാറും അത് നമുക്കൊരു മനസ്സിൽ ഉറപ്പുണ്ട്. എന്താ പറഞ്ഞാൽ അങ്ങനെ വിടൂല ഒരു കുറ്റവാളിയെ അത്ര പച്ചയായി ഈ പൊതുജനത്തിൻ്റെ മുമ്പിലേക്ക് ഇളക്കൂല എന്നുള്ളൊരു വിശ്വാസം ഈ സർക്കാരിൻ്റെ പേരിലുണ്ട്. പക്ഷെ അതും ചെയ്തു കഴിഞ്ഞാൽ ഈ സർക്കാരിൻ്റെ പരിപൂർണമായിട്ടുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. എന്തായാലും 24 പ്രതികളാണ് ഈ കേസിലുണ്ടായിരുന്നത്. ഇതിൽ 10 പ്രതികളെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 14 പ്രതികളെയാണ് ശിക്ഷിച്ചത്. ഇതിൽ 10 പ്രതികളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. അതിലുള്ള 2 പ്രതികളാണ് ഇപ്പോൾ പരോളിനായി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പ്രതികൾക്ക് പൂർണ്ണ പിന്തുണയുമായി CPM രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 2 കോടിയോളം രൂപ ഇവരുടെ പ്രതികൾക്ക് നിയമസഹായം മറ്റുമായി ചെലവിനായി സമാഹരിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായി. എന്തായാലും ഇപ്പോൾ കുടുംബം പ്രതികരിച്ചതുപോലെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധത്തിനായിരിക്കും ഇതിടയാക്കുക. KV ബൈജു, News 18.